അങ്ങനെ തഞ്ചാവൂർ സ്റ്റേഷൻ്റെ രണ്ടാമത്തെ വീഡിയോ. ഗൈസ്, നിങ്ങൾ തിമ്മിങ്കലത്തിൻ്റെ അസ്ഥിയും കൂടെ കണ്ടിട്ടുണ്ടാ? സംഭവം ഒരു പാരസിനകത്ത് ഇങ്ങനെ ഒരു ഐറ്റം നമ്മൾ ചിന്തിക്കാതെ ഉണ്ടാ. അതായത് ഒരു വലിയ തിമ്മിങ്കലത്തിൻ്റെ അസ്ഥികൂടം എന്നൊക്കെ പറഞ്ഞൊരു കൂറ്റൻ ഐറ്റം. തിമ്മിങ്കലം എന്താവുന്നുണ്ടാവും നിങ്ങൾക്ക് ചിന്തിക്കാന്നുള്ളൂ. അതിൻ്റെ ഒരു അസ്ഥികൂടം സംഭവം ഇവിടെ ഇരുന്നിട്ടാ. എനിക്ക് അതിന് കൗതുകമായിട്ട് തോന്നിയത്. ഞങ്ങൾ ഇതിന് ചുറ്റും നടന്നതിൻ്റെ എല്ലാം കഷ്ടം തന്നെ അടക്കിയിരുന്നു. മുമ്പ് ഏതാണ്ട് എക്സിബിഷൻ അല്ലെങ്കിൽ മ്യൂസിയത്തിൽ നിന്ന് പോയപ്പോൾ ഇതുപോലെ ഒരു ഫോസിലേയും കണ്ടിട്ടുണ്ട് തിമ്മിങ്കലത്തിൻ്റെ. നിങ്ങൾ തിമ്മിങ്കലത്തിൻ്റെ ഫോസിൽ കണ്ടിട്ടുള്ളവരാണെന്ന് എനിക്ക് കമൻറ്റ് ഇടണോട്ടാ. പിന്നെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് താഴെ ഒരു ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷാണ്, താല്പര്യമുള്ളവർ വായിച്ച് മനസ്സിലാക്കിയത്. ഇതെല്ലാം കഴിഞ്ഞ് മുകളിലേക്ക് കയറി ഒരു രക്ഷയില്ലട്ടാ. സ്റ്റെപ്പൊക്കെ ഒരു കയറി മുകളിലത്തേക്ക് ഉപ്പാടിളകും. പിന്നെ അവിടെ കണ്ടപ്പോൾ ഓരോ തൂണുമേയും ഓരോ ഫോട്ടോസ് ആയിരുന്നു. അതായത് അന്നത്തെ രാജഭരണവും രാജാവും കൊട്ടാരവും നാട്ടാരും നാടൊക്കെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓരോന്നിനടിയിലും അതിനെപ്പറ്റിയുള്ള എഴുത്തും കാലം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ഓരോ ഫോട്ടോസ് നോക്കി നടന്ന് സംഭവം അടിപൊളിയായിരുന്നു. പിന്നെ അതൊക്കെ ഒരു കൗതുകമല്ലേ. നമ്മൾ അതൊക്കെ കണ്ടതിന് ശേഷം കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെയും കൊട്ടാരത്തിൻ്റെ ഓരോ മുക്കും മൂലയൊക്കെ കണ്ട് ആസ്വദിച്ചമായി നിന്ന് അയച്ച സമയം പോയി അറിഞ്ഞില്ല. നമ്മൾ നേരെ അടുത്ത റൂമിലേക്ക് വിട്ട് അവിടെ കുറേ പൂജ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുറേ വിഗ്രഹങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ നമ്മുടെ മറ്റേ ബിഗ് ടെമ്പിളിൻ്റെ ഒക്കെ ഒരു മിനിയേച്ചറൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതെല്ലാം കണ്ട് നമ്മൾ നേരെ ദർബാറിലേക്ക് കയറി. ഇവിടെ ഐറ്റങ്ങളുള്ള ഇനി മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇഷ്ടം പോലെ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ കാണാം. ഞങ്ങളൊക്കെ നോക്കി അടക്കിയിരുന്നു. അപ്പോഴാണ് താഴെ വേറെ സാധനിക്കണം. വേറെ ഒന്നുമല്ല, നടരാജ വിഗ്രഹങ്ങൾ 1 2 3 എന്നല്ലട്ടാ, 19 ഉണ്ട്. എല്ലാത്തിനെയും പറ്റി അതിന് ഡീറ്റെയിൽ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളതൊക്കെ ചുമ്മാ വായിച്ചും കണ്ട് നോക്കി അടക്കിയിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നിട്ട് രക്ഷണ്ടായിരുന്നില്ല. പിന്നെ തൊട്ടടുത്ത് വേറെ ആയിട്ട് ഇരിക്കണ്ടായിരുന്നു. വേറെ ഒന്നല്ല, അന്ന് ഉപയോഗിച്ചിരുന്ന കോയിൻസ്. ഈ കോയിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ തന്നെ പണ്ട് ഉപയോഗിച്ചിരുന്ന 25 പൈസ 50 പൈസയൊക്കെയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ പൈസകൾ? ഉണ്ടെന്ന് കമൻറ്റ് ഇടണോട്ടാ. സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ കോയിനും കാര്യമെല്ലാം കാണാൻ പറ്റിയ വലിയ ഭാഗ്യം തന്നെ. ഞങ്ങളൊക്കെ നോക്കി ഡീറ്റെയിൽ ആയിട്ട് അതിനെ വായിച്ചൊക്കെ നോക്കി ചുമ്മാ നടന്ന്. സമയം ഒരു 11:30. ഞങ്ങൾ പോയി തൊട്ടടുത്ത് പെട്ടിക്കിടന്ന് സർബത്തൊക്കെ അടിച്ചോടെ നിന്ന്. ഇനിയിപ്പോൾ അടുത്ത ഭാഗങ്ങളെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കിട്ടാ.